ഈജിയാൻ്റെ പൈപ്പ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടാണ് അവർ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇവർക്കിത് പുതിയ വണ്ടിയാണ്, ഇവർക്ക് സ്റ്റോക്ക് ആക്കാൻ. ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ബലേനോ ഫുൾ സിസ്റ്റം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്നപ്പോൾ അതിൽ വേറൊരു എക്സോ സിസ്റ്റം ഉണ്ടായിരുന്നു. സ്റ്റോക്ക് പൈപ്പൊക്കെ കട്ട് ചെയ്ത്, സ്റ്റോക്ക് ക്യാറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ സ്ട്രെയിറ്റ് പൈപ്പ് ആക്കി, അതിൻ്റെ ഫ്ലാഞ്ചസും അതിൻ്റെ സെൻസർ നെട്ടുകളും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ്. അതെൻ്റെ അടുത്ത് വന്ന് അതിന് ഫുൾ സിസ്റ്റം ചെയ്ത് പോയത്. അപ്പോൾ ആൾക്ക് പൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് പിടിപ്പിക്കാൻ നോക്കുമ്പോൾ സ്റ്റോക്ക് ഒന്നുമില്ല, ഫുൾ പീസാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനത് കൊണ്ടുപോകാം, നമുക്കത് ശരിയാക്കി എടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊണ്ടുവന്നു. ഞാനതെല്ലാം ക്ലിയർ ചെയ്തു. ഇവിടെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് ഈ സെൻസർ നെട്ടുകളെല്ലാം കട്ട് ചെയ്തെടുത്ത്, അതുപോലെ തന്നെ ഈജിയാൻ്റെ പൈപ്പ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടാണ് അവർ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇവർക്കിത് പുതിയ വണ്ടിയാണ്, ഇവർക്ക് സ്റ്റോക്ക് ആക്കാനായിട്ട് വേറെ ഒരു വഴിയില്ല. പൊല്യൂഷൻ എടുക്കണമെങ്കിൽ ഇത് പിടിപ്പിക്കണം. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ എക്സോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ അവരോട് ചോദിക്കണം, സ്റ്റോക്ക് കട്ട് ചെയ്തിട്ടൊന്നും അല്ലല്ലോ ചെയ്യണമെന്നുള്ള രീതിയിൽ ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ പണിയൊക്കെ കിട്ടും. നല്ല പണിയാണ് കിട്ടിയത്. ഇപ്പോൾ അതെല്ലാം രണ്ടാമത് വെച്ച് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം വെച്ചാൽ അലൈൻമെൻറ്റൊക്കെ നോക്കി ചെയ്യണ്ടേ. അങ്ങനെയെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത്. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും എക്സോസ്റ്റൊക്കെ ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴേക്കും ഇതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വേണം വർക്കിന് ഏൽപ്പിക്കാനായിട്ട്. ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ആർക്കും പറ്റാതിരിക്കട്ടെ.